ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് മലേറിയ എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ചാണ്. മലേറിയ എന്ന് പറയുമ്പോൾ രണ്ട് തരം മലേറിയ ഉണ്ട്. പ്ലാസ്മോഡിയം വൈവാക്സ് മലേറിയ, അതുപോലെ പാൽസമോഡിയം ഫാൾസിപ്പാറം മലേറിയ. ഞാൻ ഡോക്ടർ രാജു കെ ബേബി MS, കൊട്ടാരക്കരയ്ക്ക് അടുത്ത്, കോടതിക്ക് അടുത്ത് തൃക്കണമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് കൊട്ടാരക്കരയിൽ താമസിക്കുന്നു. ഈ രണ്ടു തരം മലേറിയയും, ഫാൾസിപ്പാറം മലേറിയയും വൈവാക്സ് മലേറിയയും ഇന്ന് കേരളത്തിൽ വളരെ വിരളമായിട്ടാണ് കാണുന്നത്. അത് പെരുപ്പി കാണിച്ചെന്ന് വിചാരിച്ച കാര്യമൊന്നുമില്ല. മലേറിയ സാധാരണഗതിയിൽ മലയാളികൾക്ക് കുറവാണ്. പൊതുവേ മലയാളികൾ മറ്റ് സ്ഥലങ്ങളിൽ പോയി വിസിറ്റ് ചെയ്യാനായിട്ട് പോകുമ്പോഴാണ് അവർക്ക് മലേറിയയുടെ അണുക്കൾ കയറുന്നത്. ഈ പ്ലാസ്മോഡിയം ഫാൾസിപ്പാറം മലേറിയ ആണെങ്കിലും പ്ലാസ്മോഡിയം വൈവാക്സ് മലേറിയ ആണെങ്കിലും അതിൻ്റെ രോഗലക്ഷണങ്ങൾ ഒന്ന് തന്നെയാണ്. ഭയങ്കരമായിട്ട് പനി വരിക, അതിൻ്റെ കൂടെ ഭയങ്കരമായ വിറയൽ വരിക. ഇത് 24 മണിക്കൂർ കൂടിയിരിക്കുമ്പോൾ മാറുക, 48 മണിക്കൂർ കൂടിയിരിക്കുമ്പോൾ വീണ്ടും വരിക. ഇങ്ങനെ ഒരു റെഗുലർ ആയിട്ട് വരും. ചില സമയത്ത് 2 ഇൻഫെക്ഷൻ ഉള്ള സമയത്ത് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുന്നത് കാണാനായിട്ട് പറ്റും. ഈ പ്ലാസ്മോഡിയം വൈവാക്സ് മലേറിയ അല്ലെങ്കിൽ പ്ലാസ്മോഡിയം വൈവാക്സ് ഫാൾസിപ്പാറം മലേറിയ ഇന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് കാർഡ് ടെസ്റ്റ് ഉണ്ട്. എന്നാൽ കൺഫർമേറ്ററി ടെസ്റ്റായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് നമ്മുടെ പെരിഫറൽ സ്മിയർ എക്സാമിനേഷൻ, ബ്ലഡ് സ്മിയർ എക്സാമിനേഷൻ വഴി പാരസൈറ്റിനെ കണ്ടുപിടിച്ച് നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. പ്ലാസ്മോഡിയം വൈവാക്സ് മലേറിയ, പ്ലാസ്മോഡിയം ഫാൾസിപ്പാറം മലേറിയ, ഇത് രണ്ടും ട്രീറ്റ്മെൻറ്റിന് നമുക്ക് മരുന്നുകളുണ്ട്. ക്ലോറോക്വിൻ, പ്രൈമാക്വിൻ, ക്വിനീൻ, മെഫ്ലോക്വിൻ ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്ന് വിചാരിച്ചാൽ ആരും വാങ്ങിച്ച് കഴിക്കരുത്. അത് ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഇല്ലാതെ കഴിക്കരുത്. ഇത് വരാതിരിക്കാനുള്ള ഒരു വിദ്യ പറഞ്ഞുതരാം. നിങ്ങൾ കൊതുകിൻ്റെ കടി കൊള്ളാതിരിക്കാനായിട്ട് കൊതുവല ഉപയോഗിക്കുക. കൊതുക് തിരി വേണമെങ്കിൽ പുകച്ചു വയ്ക്കാം, അത് ദോഷമൊന്നും ചെയ്യത്തില്ല. അതുപോലെ നിങ്ങളുടെ വെള്ളം എവിടെയെങ്കിലും കെട്ടിക്കിടക്കുകയാണെങ്കിൽ അവിടെ കൂത്താടികൾ പെരുകാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിരട്ടകളിൽ, റബ്ബർ ചിരട്ടകളിലൊക്കെ കൂത്താടികൾ ഇങ്ങനെ പെരുകും. അങ്ങനെ അവിടെ ഈ കൂത്താടികൾ പെരുകാനും മുട്ടയിടാതിരിക്കാനുമായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ പരിസരത്തെ വൃത്തിയായിട്ട് കാക്കുകയാണ്. ഇങ്ങനെ മലേറിയയെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്നെ കേട്ട എല്ലാവർക്കും വിനീതമായ കൊപ്പ് കൈ. നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ ഷെയറും ഞാൻ ഇഷ്ടപ്പെടുന്നു. ഓക്കെ.